ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അതിൻ്റെ എക്സാമ്പിൾസാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫീച്ചേഴ്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഫസ്റ്റ് ഫീച്ചർ, the main objective is to render services and is not expected to earn profit. സേവനങ്ങളാണ് നൽകുന്നത്, ദെൻ അത് ലാഭത്തിന് വേണ്ടിയിട്ട് അല്ല പ്രവർത്തിക്കുന്നത്. പ്രൊവൈഡിങ് സർവീസ് ടു എ സ്പെസിഫിക് ഗ്രൂപ്പ് ഓർ ആസ് എ ഹോൾ ഓർ ടു ദ സൊസൈറ്റി. ഒരു പ്രത്യേക വിഭാഗക്കാർക്കോ അല്ലെങ്കിൽ സമൂഹത്തിനു വേണ്ടിയിട്ടോ ആണ് ഇവർ പ്രവർത്തിക്കുന്നത്. ദെൻ ഓർഗനൈസ്ഡ് ആസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഓർ സൊസൈറ്റി. ഇത്തരം സ്ഥാപനങ്ങൾ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ലെങ്കിൽ സൊസൈറ്റി ആയിട്ടാണ് രൂപീകരിക്കുന്നത്. ഇതിലെ ആൾക്കാരെ പറയുന്ന പേരാണ്, ഇതിലെ സബ്സ്ക്രൈബേഴ്സിനെ പറയുന്ന പേരാണ് മെമ്പേഴ്സ് എന്നത്. ദെൻ ദിസ് ഓർഗനൈസേഷൻ ആർ മാനേജ്ഡ് ബൈ എ മാനേജിംഗ് കമ്മിറ്റി ആൻഡ് ദീസ് മാനേജിംഗ് കമ്മിറ്റി ആർ ഇലക്റ്റഡ് ബൈ മെമ്പേഴ്സ്. ഇതിലെ മാനേജിംഗ് കമ്മിറ്റീനെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ഇതിലെ മെമ്പേഴ്സാണ്. ഇവരാണ് ഇത്തരം സ്ഥാപനങ്ങളെ മാനേജ് ചെയ്യുന്നത്, ഏകോപിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ മാനേജിംഗ് കമ്മിറ്റിയാണ്. ഇവരെ ഇലക്റ്റ് ചെയ്യുന്നത് ഇതിലെ മെമ്പേഴ്സാണ്. ദെൻ അത് നമ്മൾ ഇന്നലെ മീനിങ്ങിൽ പരിചയപ്പെട്ട ഒരു ഫീച്ചറാണ് നോ ട്രേഡിംഗ് ഓർ മാനുഫാക്ചറിങ് ആക്ടിവിറ്റി. ഇത്തരം സ്ഥാപനങ്ങൾ ട്രേഡിംഗ് അഥവാ മാനുഫാക്ചറിങ് ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്നില്ല. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ചില സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചില ട്രേഡിംഗ് ആക്ടിവിറ്റി നടത്താറുണ്ട്. ബട്ട് നോർമലി ഇറ്റ് ഈസ് നോട്ട് എൻഗേജ് ഇൻ ട്രേഡിംഗ് ഓർ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ്. ദെൻ സോഴ്സ് ഓഫ് ഇൻകം. എന്തൊക്കെയാണ് പ്രധാന വരുമാന സ്രോതസ്സുകൾ എന്നത്? സോഴ്സ് ഓഫ് ഇൻകം, വിച്ച് ആർ ദ സോഴ്സ് ഓഫ് ഇൻകം. മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് എ നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആർ സബ്സ്ക്രിപ്ഷൻ ഫ്രം മെമ്പേഴ്സ്, ഡൊണേഷൻ, ഗ്രാൻഡ് ഇൻ എയ്ഡ്, ലെഗസീസ്. സബ്സ്ക്രിപ്ഷൻ ഫ്രം മെമ്പേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഇതിലെ അംഗങ്ങൾ മന്ത്ലി അല്ലെങ്കിൽ ആനുവലി നൽകുന്ന തുകയാണ് സബ്സ്ക്രിപ്ഷൻ ഫ്രം മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഡൊണേഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് നൽകുന്ന ഒരു തുക. ഗ്രാൻഡ് ഇൻ എയ്ഡ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഈ ഒരു സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുന്ന തുക. ലെഗസീസ് എന്ന് പറയുന്നത് അസുഖബാധിതരായിട്ടുള്ള ആളോ അല്ലെങ്കിൽ ഒരാളുടെ മരണശേഷം ഈ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന് നൽകുന്ന തുകയാണ് ലെഗസീസ് എന്ന് പറയുന്നത്. ദെൻ ഫണ്ട് റേസ്ഡ് ബൈ സച്ച് ഓർഗനൈസേഷൻ ആർ ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ ഫണ്ട് ഓർ ജനറൽ ഫണ്ട്. നമുക്ക് കിട്ടുന്ന ഈ സ്ഥാപനങ്ങൾക്ക് കിട്ടുന്ന തുകകൾ എവിടെയാണ് ആഡ് ചെയ്യപ്പെടുന്നത്? ക്യാപിറ്റൽ ഫണ്ട് ഓർ ജനറൽ ഫണ്ട്. ഇവിടെ ക്യാപിറ്റൽ, നമ്മൾ ബിസിനസ് എൻറ്റിറ്റിയിൽ പഠിച്ചത് ക്യാപിറ്റൽ ആയിരുന്നു. ഇവിടെ എന്താണ്? ക്യാപിറ്റൽ ഫണ്ട് ഓർ ജനറൽ ഫണ്ട്. ഫണ്ട് റേസ്ഡ് ബൈ സച്ച് ഓർഗനൈസേഷൻ ആർ ക്രെഡിറ്റഡ് ഓർ ആഡഡ് ടു ക്യാപിറ്റൽ ഫണ്ട്. ഇതിൽ നിന്ന് കിട്ടുന്ന തുകകൾ എവിടെയാണ് ആഡ് ചെയ്യപ്പെടുന്നത്? ക്യാപിറ്റൽ ഫണ്ട് ഓർ ജനറൽ ഫണ്ട്. ദെൻ എൻഡ് റിസൾട്ട് ഓഫ് ദിസ് ഓർഗനൈസേഷൻ ആർ സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ഒരു ബിസിനസ് എൻറ്റിറ്റിയുടെ എൻഡ് റിസൾട്ട് എന്തായിരുന്നു? ഒരു പ്രോഫിറ്റ് എൻറ്റിറ്റിയുടെ പ്രോഫിറ്റ് ഓർ ലോസ് ആയിരുന്നു. അതിന് പകരം ഇവിടെ എന്താണ് വരുന്നത്? സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. മിച്ചം അല്ലെങ്കിൽ കമ്മി. മിച്ചം മീൻസ് സർപ്ലസ് ആൻഡ് കമ്മി മീൻസ് ഡെഫിസിറ്റ്. സർപ്ലസ് എന്ന് പറഞ്ഞാൽ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. excess of income over expenditure is called surplus. Then excess of expenditure over income is called deficit. Then ഇതിൽ മിച്ചം വരുന്ന തുകകൾ അംഗങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നില്ല. പകരം ഇത് എവിടെ ആഡ് ചെയ്യുന്നു? ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ആഡ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ഫീച്ചർ നോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ഇതിൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഉണ്ടാകില്ല. Then records maintained are meant for members as well as to meet statutory requirements. റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിയമപരമായിട്ടുള്ള കടമകൾ നിറവേറ്റാൻ വേണ്ടിയിട്ടും അതുപോലെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്.
ദെൻ അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നമ്മൾ പ്രോഫിറ്റ് എൻറ്റിറ്റീൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചതാണ്. എന്തൊക്കെയായിരുന്നു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. Trading and profit and loss account is prepared to know the income position, and balance sheet is prepared to know the positional statement. അത് നമ്മൾ പഠിച്ച കാര്യമാണ്. ഇതിന് അക്കൗണ്ടിങ് റെക്കോർഡ്സ് കെപ്റ്റ് ബൈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഓർ വാട്ട് ആർ ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. എന്തൊക്കെയാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ? റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഈ 3 ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ല അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതൊന്ന് നോട്ട് ചെയ്യുക, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അക്കൗണ്ടിങ് റെക്കോർഡ്സ് കെപ്റ്റ് ബൈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആർ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. താങ്ക് യു.